Hi, my topic is applications and properties of superconductors. So what is superconductors? Superconductors എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെറ്റീരിയലിൻ്റെ കണ്ടക്ടിവിറ്റി മാക്സിമം ആവുക. അപ്പോൾ ആ മെറ്റീരിയൽ നമ്മൾ വിളിക്കുന്ന പേരാണ് സൂപ്പർ കണ്ടക്ടേഴ്സ്. അതായത് മാക്സിമം കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയൽസിന് പറയുന്ന പേരാണ് സൂപ്പർ കണ്ടക്ടേഴ്സ്. ഓക്കെ, സോ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു മെറ്റീരിയലിൽ നമ്മൾ സൂപ്പർ കണ്ടക്ടിവിറ്റി ആക്കാൻ വേണ്ടിക്ക് ആ മെറ്റീരിയലിനെ നമ്മൾ ഒരു സെർട്ടൈൻ ടെമ്പറേച്ചർ എക്സ്ട്രീംലി ലോ ടെമ്പറേച്ചറിൽ അതിനെ വെക്കും. ഓക്കെ, സോ അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് എന്താകും? സീറോ ആവും. അപ്പം സൂപ്പർ കണ്ടക്റ്റിംഗ് ഒരു മെറ്റീരിയലിൽ എല്ലാ മെറ്റീരിയലിലും എന്താണ്ടാവും? റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ആ റെസിസ്റ്റൻസ് ഉണ്ടാവുമ്പം അതിൻ്റെ കണ്ടക്ടിവിറ്റിക്ക് ചെറിയൊരു തടസ്സം എന്തായാലും ഉണ്ടാവും. അതിനാണല്ലോ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് സീറോ ആക്കി കഴിഞ്ഞാലാണ് നമുക്ക് മാക്സിമം കണ്ടക്ടിവിറ്റിയിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ ലോ ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്തിക്കുന്നതിനാലാണ് ആ മെറ്റീരിയലിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി എക്വയർ ചെയ്യുന്നത്. ഓക്കെ, അതായത് ദിസ് ഫിനോമിനൻ ഇസ് ഓൾ അബൌട്ട് ലോസിങ് റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ. അപ്പോൾ റെസിസ്റ്റിവിറ്റി ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ കണ്ടക്ടേഴ്സ് ആവും ഒരു മെറ്റീരിയലിൻ്റെ. ഓക്കെ, സോ ഫസ്റ്റ് ഈ സൂപ്പർ കണ്ടക്ടേഴ്സ് ഡിസ്കവർ ചെയ്യുന്നതിന് മുമ്പ് ഒരു കണ്ടക്ടറിൻ്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് സീറോ ആവല് എബ്സല്യൂട്ട് സീറോ ആവുമ്പോൾ മാത്രം എന്നാണ് ഫസ്റ്റ് വിചാരിച്ചത്. ബട്ട് ലേറ്റർ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ഒരു electrical resistance became zero when cooled to a very low temperature. Okay, and it was found. And who founded it? It was founded by Heike Kamerlingh Onnes in 1911, who studied the resistance of solid mercury. He studied the property of resistance of mercury, and he lowered the temperature of mercury, and at a particular temperature Tc he found that the resistance of the mercury attains zero, so it becomes superconductor. Okay, അപ്പോൾ ഇത് ഫൗണ്ട് ചെയ്തത് ഹൈക്കെ കാമലിംഗ് ഓനെസ് ആണ്. ഓക്കെ, അപ്പം ഹൈക്കെ കാമലിംഗ് മെർക്കുറിൻ്റെ ടെമ്പറേച്ചർ ലോ ചെയ്ത് 4.2 കെൽവിൻ ടെമ്പറേച്ചറിലെത്തിയപ്പം ആ മെർക്കുറിൻ്റെ റെസിസ്റ്റൻസ് സീറോ ആയി. റെസിസ്റ്റൻസ് കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആയി. So he founded that the mercury attains the property of superconductors. Okay, so for this discovery he got the Nobel Prize in Physics in 1913. Okay, and in 1913 it was found that lead becomes superconductor when cooled at 7 Kelvin. അതേപോലെ തന്നെ 1941 നോബിയം നൈട്രേറ്റ് വാസ് ഫൗണ്ട് സൂപ്പർ കണ്ടക്റ്റിംഗ് അറ്റ് 16K. ഓക്കെ, ആൻഡ് ഈ സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് എന്തെല്ലാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്താണ്? സീറോ ആയിരിക്കും. പിന്നെ അതിൻ്റെ ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലാണ്, ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ നമ്മളിപ്പോൾ ടെമ്പറേച്ചർ കൂൾ ചെയ്ത് ഒരു പെർട്ടിക്കുലർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ എത്തിക്കഴിഞ്ഞാലാണ് അതിൻ്റെ റെസിസ്റ്റൻസ് സീറോ ആവുന്നത്. അതായത് ഈ ഗ്രാഫിൽ കാണാം, നമ്മളിപ്പോൾ കൂൾ ചെയ്ത് വന്ന് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ TCയിൽ എത്തിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് സീറോ ആയി. അപ്പോൾ ഈ TC എന്ന് പറയുന്ന ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ കുറവായിട്ട് നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തതിനാൽ നമുക്ക് സൂപ്പർ കണ്ടക്ടേഴ്സ് കിട്ടും. ഈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ കൂടുതലായിട്ട് നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തതിനാൽ നമുക്ക് നോൺ സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റൽസ് കിട്ടും. ഓക്കെ, ദി പ്രോപ്പർട്ടീസ് ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ പ്രോപ്പർട്ടീസാണ് ഇത്. ഇനി നമ്മൾ ഈ സൂപ്പർ കണ്ടക്ടേഴ്സ് ഇഫക്റ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ഒരു സൂപ്പർ കണ്ടക്ടേഴ്സ് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാമെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഒരു സൂപ്പർ കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൂപ്പർ കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി വിൽ ലോസ്. ഓക്കെ,
അതായത് സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് ദി മെറ്റീരിയൽ കനോട്ട് എക്സിസ്റ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ്. ആൻഡ് ഈ മാഗ്നറ്റിക് ഫീൽഡ്, ഒരു ക്രിറ്റിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എച്ച് സിയിൽ എത്തിക്കഴിഞ്ഞാലാണ് ഈ സൂപ്പർ കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി ഡിസ്ട്രോയ് ആവുന്നത് ഈ ഒരു മെറ്റീരിയലിൻ്റെ. ഓക്കെ, അപ്പോൾ മീസ്നർ എഫക്റ്റാണ് ഇത് പറയുന്നത്. മീസ്നർ എഫക്റ്റ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെർട്ടിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ, സൂപ്പർ കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിറ്റിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് ആ ഒരു വാല്യൂവിൽ എത്തിക്കഴിഞ്ഞാൽ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആ ഒരു വാല്യൂവിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഫ്ലക്സ് ലൈൻസ്, ഈ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഫീൽഡ് ലൈൻസ് ഉണ്ടാവില്ലേ, അതിൽ ഫ്ലക്സ് ലൈൻസ് ഉണ്ടാവും. ഈ സൂപ്പർ കണ്ടക്ടേഴ്സിന് തൊടാതെ പോകും, അതായത് പുറത്തോട്ട് എക്സ്ക്ലൂഡ് ചെയ്ത് പോകും എന്നാണ് മീസ്നർ എഫക്റ്റ് പറയുന്നത്. ബട്ട് ഓൺ ദി അതർ കേസ്, ഒരു സാധാ നോൺ സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റലാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്യും, എന്നിട്ട് പുറത്തേക്ക് പോകും മാഗ്നറ്റിക് ഫീൽഡ്. ബട്ട് ഇത് രണ്ടും അല്ലാണ്ട് രണ്ട് പ്രോപ്പർട്ടി അറ്റൈൻ ചെയ്യുന്നതിന് മിക്സ്ഡ് സ്റ്റേറ്റ് എന്നും പറയും. ഓക്കെ, അതായത് അതിന് സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ ഇതുണ്ടാവും, പ്രോപ്പർട്ടി ഉണ്ടാവും, സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ പ്രോപ്പർട്ടി ഉണ്ടാവും. അതിന് മിക്സ്ഡ് സ്റ്റേറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒരു സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് എക്സിബിറ്റ് ചെയ്യും? ഡയാമാഗ്നറ്റിസം എക്സിബിറ്റ് ചെയ്യും. സോ ഒരു സൂപ്പർ കണ്ടക്ടർ ആവാനുള്ള, ഒരു മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടർ ആവാനുള്ള കണ്ടീഷൻസ് എന്താണ്? റെസിസ്റ്റിവിറ്റി 0 ആയിരിക്കണം, മാഗ്നറ്റിക് ഇൻഡക്ഷൻ V എന്താണ്? 0 ആയിരിക്കണം. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ്. ദർ ആർ 2 ടൈപ്സ് ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ്. അതിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്തെല്ലാം പ്രോപ്പർട്ടീസാണ് അറ്റൈൻ ചെയ്യുന്നത് നമുക്ക് കാണാം. അതായത് അതിന് മാഗ്നറ്റൈസേഷൻ ലോസ് സഡൻ ആയിരിക്കും, അത് മീസ്നർ എഫക്റ്റ് എക്സിബിറ്റ് ചെയ്യും. ആൻഡ് ആ ഫസ്റ്റ് ടൈപ്പിൽ ക്രിറ്റിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് വാല്യൂ ഒന്ന് മാത്രമേ ഉണ്ടാവും. ഓക്കെ, അതിന് നോ മിക്സ്ഡ് സ്റ്റേറ്റ് ഉണ്ടാവില്ല, മിക്സ്ഡ് സ്റ്റേറ്റ് ഇല്ല അതിന്. ഇനി സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സാണ്, അതിൻ്റെ എക്സാമ്പിളാണ് മെർക്കുറി, ടിൻ ആൻഡ് ലെഡ്. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്താണ്? ഗ്രാജുവൽ ലോസ് ഓഫ്, അതിൻ്റെ മാഗ്നറ്റൈസേഷൻ മെല്ലെ മെല്ലെ മാത്രമേ ലോസ് ആവും. ഓക്കെ, മെല്ലെ ഗ്രാജുവലി ലോസ് ആയിരിക്കും. പിന്നെ അതിന് മീസ്നർ എഫക്റ്റ് എക്സിബിറ്റ് ചെയ്യൂല. അതിന് 2 ക്രിറ്റിക്കൽ വാല്യൂസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്സ് ഉണ്ട്. ആൻഡ് മിക്സ്ഡ് സ്റ്റേറ്റ് അതിൽ പ്രസൻ്റ് ആണ്, ഹാർഡ് സൂപ്പർ കണ്ടക്ടേഴ്സ് ആണ്. ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ഹാർഡ് സൂപ്പർ കണ്ടക്ടേഴ്സ്. അതിൻ്റെ എക്സാമ്പിളാണ് ന്യൂബിയം, ടിൻ, ന്യൂബിയം, ടൈറ്റേനിയം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് തെർമോഡൈനാമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ് ആണ്. അതിൽ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസിൽ പറയുന്നത് എൻട്രോപ്പി. ഈ എൻട്രോപ്പി എന്താവും? സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റിലുള്ള ഒരു മെറ്റീരിയലിൻ്റെ എൻട്രോപ്പി എന്താവും? എൻട്രോപ്പി ഡിഗ്രീസ് ആവും. അതേപോലെ തന്നെ സ്പെസിഫിക് ഹീറ്റ്, ഒരു സാധാ ഒരു നോർമൽ മെറ്റലിൻ്റെ സ്പെസിഫിക് ഹീറ്റിൻ്റെ റിലേഷൻഷിപ്പ് CN(T) = γT + βT³ ആണ്. പക്ഷേ ഒരു സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റിലുള്ള ഇതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് എന്താണ്? CN(T) = A exponential minus del by K βT ആണ്. അതിൽ A ഒരു കോൺസ്റ്റൻറ്റ് ആൻഡ് del is സൂപ്പർ കണ്ടക്റ്റിംഗ് എനർജി ഗ്രൂപ്പ്. ഇനി നെക്സ്റ്റ് അതിൻ്റെ എനർജി ഗ്യാപ്പ് എന്തായിരിക്കും? ഒരു സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയലിൻ്റെ എനർജി ഗ്യാപ്പ് ഇൻസുലേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. It is due to superconductors' energy gap is due to electron interaction in Fermi gas. But insulator case energy gap is caused by electron lattice interaction. അതാണ് ഇതിൻ്റെ ഡിഫറൻസ്. ഇനി നെക്സ്റ്റ് BCS തിയറി ഓഫ് സൂപ്പർ കണ്ടക്ടിവിറ്റി ആണ് പറയുന്നത്. ദി BCS എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ദ മൈക്രോസ്കോപ്പിക് തിയറി പുട്ട് ഫോർവേഡ് ബൈ ബ്രാഡീൻ, കൂപ്പർ ആൻഡ് ഷ്രൂഫർ. അതിനാണ് BCS തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഫോംസ് ദി ബേസിസ് ഓഫ് ക്വാണ്ടം തിയറി ഓഫ് സൂപ്പർ കണ്ടക്ടിവിറ്റി. ഇതിൽ പറയുന്ന ഈ തിയറിയിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു attractive interaction between 2 electrons, okay, by means of photon dominates the repulsive Coulomb interaction that the superconducting state is formed. It is ഒരു
ടു ഇലക്ട്രോൺസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെയും കാട്ടിയും കൂളം റിപ്പൾസീവ് ഫോഴ്സ് അതിനെ എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ BCS തിയറി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റിലെത്തുന്നതാണ് പറയുന്നത്. അപ്പം അവിടെ എന്ത് ഫോം ചെയ്യും? കൂപ്പർ പെയർ ഫോം ചെയ്യും. വീക്ക്ലി ബൗണ്ടഡ് ആയിട്ടുള്ള കൂപ്പർ പെയർ എന്താണ് ഫോം ചെയ്യും. അതിൻ്റെ ബൈൻഡിങ് എനർജി എന്തിൻ്റെ ഓർഡറിലുള്ളത്? 10⁻³ ഇലക്ട്രോൺ വോൾട്ട് ആ ഒരു ഓർഡറിലാണ് ഉണ്ടാവുന്നത്. അപ്പം ഈ ഫ്രീ എനർജി ഓഫ് കൂപ്പർ പെയർ ഇസ് ലെസ് ദാൻ ദി എനർജി ഓഫ് പെയർ ഇൻ ഫ്രീ സ്റ്റേറ്റ് ആണ്. ദ ബൈൻഡിങ് എനർജി ഓഫ് കൂപ്പർ പെയർ ഇസ് കോൾഡ് എനർജി ബാൻഡ് ഗ്യാപ്പ്. അതേപോലെ തന്നെ ഈ കൂപ്പർ പെയറിലുള്ള ഇലക്ട്രോൺസിൻ്റെ സ്പിൻസ് ഓപ്പോസിറ്റ് ആയിരിക്കും. സോ ദ ടോട്ടൽ സ്പിൻ ഓഫ് ദി പെയർ ഇസ് ഓൾവേസ് 0. അതാണ് BCS തിയറിയിൽ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ആപ്ലിക്കേഷൻസ് ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ് ആണ്. ഈ സൂപ്പർ കണ്ടക്ടേഴ്സിന് നമ്മൾ ഡെയിലി ലൈഫിൽ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ ഡെയിലി ലൈഫിലും ഉണ്ട്, ഈ ഫിസിക്കൽ വേൾഡിൽ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ആപ്ലിക്കേഷൻ പറയുന്നത് എഞ്ചിനീയറിംഗ് ലെവലിലാണ്. എഞ്ചിനീയറിംഗ് ലെവലിൽ നോക്കുമ്പം എഞ്ചിനീയറിംഗ് ലെവലിൽ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്തിന് യൂസ് ചെയ്യുന്നുണ്ട്? പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, സ്വിച്ചിങ് ഡിവൈസസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, സെൻസിറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, മെമ്മറി സ്റ്റോറേജ് എലമെൻറ്റിനായി കമ്പ്യൂട്ടേഴ്സിലൊക്കെ സ്റ്റോറേജ് എലമെൻറ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഇലക്ട്രിക്കൽ ജനറേറ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ ട്രാൻസ്ഫോമേഴ്സിൻ്റെയും ഒക്കെ മാനുഫാക്ചറിൽ വേണ്ടിയിട്ട് ഈ സൂപ്പർ കണ്ടക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദി നെക്സ്റ്റ് മെഡിക്കൽ ഫീൽഡിൽ മെഡിക്കൽ ആപ്ലിക്കേഷൻസ് എന്താണെന്ന് നോക്കാം. മെഡിക്കൽ ആപ്ലിക്കേഷൻസിൽ ഇതൊരു ലൈഫ് സേവിങ് ഫങ്ഷൻ തന്നെ ചെയ്യുന്നുണ്ട് സൂപ്പർ കണ്ടക്ടേഴ്സ്. അതായത് ബ്രെയിൻ ട്യൂമർ, ഡിഫക്റ്റീവ് സെൽസിലൊക്കെ ഇതിൽ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ബ്രെയിൻ വേവ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഇതിലൂടെ സൂപ്പർ കണ്ടക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ NMR, ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്കാനിങ്ങിൽ നമ്മൾ സൂപ്പർ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഡാമേജ്ഡ് സെൽസും ഹെൽത്തി സെൽസും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നുണ്ട് മെഡിക്കൽ ഫീൽഡിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആപ്ലിക്കേഷനാണ് പവർ ട്രാൻസ്മിഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. പവർ ട്രാൻസ്മിഷനിൽ ഈ നമ്മൾ സൂപ്പർ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ യൂസ്ഫുള്ളാണ്. അതായത് സ്പേസ് എഫിഷ്യൻസി, അതായത് 18,000 pounds ഓഫ് കോപ്പർ വയർ യൂസ് ചെയ്തതിന് പകരം 250 pounds ഓഫ് സൂപ്പർ കണ്ടക്റ്റിംഗ് കേബിൾ നമുക്ക് യൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഹീറ്റ് കാരണം എനർജി ലോസ് ഉണ്ടാവില്ല. പിന്നെ ട്രാൻസ്ഫോമേഴ്സ് ചെറുതാക്കുക, ബട്ട് ലാസ്റ്റ് ലോങ്ങിങ് ആക്കുക, ചെറുതുമാക്കുക. ഓക്കെ, അതിൻ്റെ ഹൈറ്റ് കുറക്കുക. അതേപോലെ തന്നെ 40% ആനുവൽ ഇൻകം 40% ആയിട്ട് നമുക്ക് കുറക്കാം. ഈ കോപ്പർ വയേഴ്സിന് പകരം സൂപ്പർ കണ്ടക്റ്റിംഗ് കേബിൾസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മണി കൺസ്യൂം ചെയ്യാം. ഇനി അടുത്തത് ക്രയോട്രോണിൽ യൂസ് ചെയ്യുന്നുണ്ട്. ക്രയോട്രോണ് മാഗ്നറ്റിക് ഫീൽഡ് സൂപ്പർ കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടീനെ ഡിസ്ട്രോയ് ചെയ്യും. ആ ഒരു പ്രിൻസിപ്പളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ക്രയോട്രോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീസ് ഓഫ് ടാൻറ്റലം ആണ്. അത് നിയോബിയം കോയിൽ കൊണ്ട് റാപ്പ് ചെയ്ത ഒരു പീസ് ഓഫ് ടാൻറ്റലമാണ്. അപ്പോൾ ഈ ടാൻറ്റലത്തിലൂടെ ഈ കറണ്ട് ഫ്ലോ ചെയ്യുമ്പം അത് സൂപ്പർ കണ്ടക്റ്റ് ചെയ്യും. പക്ഷേ നിയോബിയത്തിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും, അതെന്താകും? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ഈ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സൂപ്പർ കണ്ടക്ടിവിറ്റി അതിന് നഷ്ടമാവും, ആൻഡ് കറണ്ട് ഫ്ലോ സ്ലോ ആവും. ഓക്കെ, കറണ്ട് ഫ്ലോ അപ്പം സ്ലോ ആവും. ഓക്കെ, അതാണ് ക്രയോട്രോണിൽ സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദി നെക്സ്റ്റ് വൺ സൂപ്പർ കണ്ടക്ടിവിറ്റി ചിപ്സ്. കുറേ സൂപ്പർ കണ്ടക്ടിവിറ്റി ചിപ്സ് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് സൂപ്പർ കണ്ടക്റ്റിംഗ് ചിപ്സിൽ പ്രോസസ്സർ എന്താക്കും? ഹീറ്റ് കുറേ പ്രൊഡ്യൂസ് ചെയ്യില്ല, does not generate much heat, and 4 bits. This processor is only 4 bits compared to 32 and 16 bits processor. Old daysലുള്ള processor വെച്ച് നോക്കുമ്പോൾ this is only 4 bits, and this 4-bit processor is 500 times faster than common Intel processor. നെക്കാട്ടി 500 times faster ആണ്. And it's സ്പേസ് കൺസ്യൂമിങ് ആണ്, സ്പേസ് എഫിഷ്യൻ്റ് ആണ്. ഓക്കെ, ഇനി സൂപ്പർ മോട്ടോഴ്സിൽ സൂപ്പർ മോട്ടോഴ്സിൽ യൂസ് ചെയ്യുമ്പം 70% പവർ കൺസംഷൻ നടക്കുന്നുണ്ട്
ഡൊമസ്റ്റിക് മാനുഫാക്ചറിൽ ആൻഡ് 55% എൻ്റെ യുണൈറ്റഡ് സ്റ്റേറ്റിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂസിങ് ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്റ്റിംഗ് കോയിൽസ് ഇൻസ്റ്റെഡ് ഓഫ് ട്രഡീഷണൽ കോപ്പർ വിൻഡിങ്സ്. ഇങ്ങനെ യൂസ് ചെയ്യുമ്പം ഈ സൂപ്പർ കണ്ടക്റ്റിംഗ് കോയിൽസ് യൂസ് ചെയ്യുമ്പം കോപ്പർ വിൻഡിങ്സിന് പകരം യൂസ് ചെയ്യുമ്പം എന്ത് മോർ പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ലെസ് സ്പേസിൽ മോർ പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഈ മോട്ടോഴ്സിന്. ആൻഡ് എനർജിയും കുറവേ വേണ്ടു. മോസ്റ്റ് ക്രൂയിസ് ഷിപ്സിൽ, ലാർജ് നേവൽ വെസൽസിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദീസ് യൂണിറ്റ്സ് ആർ ക്വിക്കർ ദാൻ ട്രഡീഷണൽ ഇലക്ട്രിക് മോട്ടോഴ്സ്. ഇനി അടുത്തത് മാഗ്നറ്റിക് ലെവിറ്റേറ്റഡ് ട്രെയിനിൽ സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് മാഗ്ലിവ് എന്നും പറയും. ഓക്കെ, ഇറ്റ് ഈസ് ഓൺലി ഡെവലപ്പിംഗ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ഒരു ഇത് വന്നിട്ടില്ല. ഇതിൻ്റെ ഈ ഒരു ട്രെയിന് ഇത് വന്നിട്ടില്ല. ഇതിൻ്റെ പ്രോസസ്സിങ് ഇറ്റ്സ് ഓൺലി ഡെവലപ്പിംഗ്. ആൻഡ് it's working on the property that ഈ ട്രെയിനിലും റെയിലും മാഗ്നറ്റിക് ഫീൽഡ്സ് ഉണ്ട്. ട്രെയിൻ ആൻഡ് റെയിൽ എക്സിറ്റ്സ് മാഗ്നറ്റിക് ഫീൽഡ്. സോ ഈ മാഗ്നറ്റിക് ഫീൽഡ്സ് തമ്മിലുള്ള റിപ്പൾസീവ് ഫോഴ്സ് കാരണം എന്തെന്ന് ഈ ട്രെയിൻ മൂവ് ചെയ്യും, വർക്ക് ചെയ്യും. ഓക്കെ, ആൻഡ് പുഷ് ചെയ്യുകയൊക്കെ ചെയ്യും. ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസ് കാരണം ഈ ട്രെയിന് മൂവ് ചെയ്യുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് മാഗ്നറ്റിക് ഫീൽഡാണ്. ഇതിൽ വീൽസ് ഒന്നും വേണ്ട. ഓക്കെ, അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിലാണ്. അതാണ് ഈ ട്രെയിനിൽ മാഗ്ലിവ് എന്ന് പറയുന്ന ട്രെയിനിൽ, ഇതൊരു പാസഞ്ചർ ട്രെയിനിൽ യൂസ് ചെയ്യുന്ന സൂപ്പർ കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ റെയിലിലും ട്രെയിനിലും മാഗ്നറ്റിക് ഫീൽഡ്സ് ഉണ്ട്. അതിനുള്ള റിപ്പൾസീവ് ഫോഴ്സ് അവിടെ കാണിച്ചിട്ടുണ്ട്, അതിലുണ്ടാകുന്ന റിപ്പൾസീവ് ഫോഴ്സ്. അപ്പോൾ ഇത് കാരണമാണ് ഈ ട്രെയിൻ മൂവ് ചെയ്യുന്നത് റെയിലിലൂടെ. അപ്പോൾ ഇനി അടുത്തത് എന്താണ്, നമുക്ക് സൂപ്പർ കണ്ടക്ടേഴ്സ് റൂം ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്ന സൂപ്പർ കണ്ടക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എന്നാണ് അടുത്തത്. അപ്പോൾ ഇതിൽ പറയുന്നത് ഇത് കറൻ്റ്ലി വർക്കിംഗ്, അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സയൻറ്റിസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂം ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്ന സൂപ്പർ കണ്ടക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സയൻറ്റിസ്റ്റ് ആർ വർക്കിംഗ്. ഓക്കെ, അപ്പം അങ്ങനെ ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവറി ഡേ ലൈഫിൽ സൂപ്പർ കണ്ടക്ടേഴ്സ് വെരി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എവറി ഡേ ലൈഫിൽ സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ യൂസ്ഫുൾനെസ് അവൈലബിലിറ്റി കൂടുമ്പം അത് മോർ പവർ കൺസംഷൻ, മോർ മണി കൺസംഷൻ ആൻഡ് മോർ സ്പേസ് കൺസംഷൻ, ഇതിന് മൂന്നിനും ഇറ്റ്സ് വെരി യൂസ്ഫുൾ for our daily life. Superconductors are very useful for our daily life. അത് എല്ലാം കൊണ്ടും നമുക്ക് യൂസ്ഫുൾ ആണ്. ഓക്കെ, സോ ഇറ്റ് ഇസ് scientists are working on it for the development of superconductors that work at room temperature. അതേപോലെ തന്നെ if controlled in room temperature, if the superconductors are controlled in room temperature, അത് എന്ത് പോസിബിൾ ആകും? നമ്മൾ എർത്തിലുള്ളൊരു പവർ പ്ലാന്റ് ഇലക്ട്രിസിറ്റി, എർത്തിലുള്ളൊരു ഇലക്ട്രിക് പവർ പ്ലാന്റിലുള്ള ഇലക്ട്രിസിറ്റി മാർസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് വിൽ ബി യൂസ്ഫുൾ. ഓക്കെ, റെസിഡൻഷ്യൽ ഏരിയ ആണ് മാർസിലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ അപ്പോൾ ഈ സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ യൂസ് ഡെയിലി എവറി ഡേ ലൈഫിലുള്ള കുറേ യൂസ്ഫുൾനെസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സോ താങ്ക് യു.